ഫെബ്രുവരി 14 നടക്കാൻ പോകുന്ന മഞ്ഞണിക്കൊമ്പിൽ എന്ന പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് അവരുടെ ആ ഒരു റിഹേഴ്സൽ എല്ലാം കാണാം. ഇവിടെ ശ്രീലത ചേച്ചിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് അവിചാരിതമായിട്ട് നമുക്കൊരു അതിഥിയുണ്ട്. എല്ലാവരും സ്ക്രീനിൽ മാത്രം കണ്ട് പരിചയമുള്ള ഒരു നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീലത ചേച്ചിയാണ്. ശ്രീലത മാഡം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്കതൊരു കൂടുതൽ ഒരു പോസിറ്റീവ് എനർജിയായി. കാരണം ഫിലിം ഫീൽഡിൽ ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ എല്ലാവർക്കും ഒരു പ്രാക്ടീസ് സെഷൻ നടത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും പറഞ്ഞാൽ നന്നായിരുന്നു. കുറച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഇപ്പം കഴിഞ്ഞ ഒരു ബർത്ത്ഡേ അങ്ങനെ ഒമാനിൽ വെച്ചായിരുന്നു. പിന്നെ ഷാജി പറഞ്ഞു എന്നാൽ പിന്നെ ചേച്ചി ഇവിടെ വന്ന് ആഘോഷിക്കാം ഇപ്രാവശ്യത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു, കുറച്ച് ചില ഫങ്ഷനിലൊക്കെ പങ്കെടുത്തു. അപ്പം ഇവിടെ എനിക്ക് കാണുമ്പോഴേ ഇവിടെ മലയാളികൾ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് അത് കാണുന്ന ഒരു വലിയ സന്തോഷമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ച് പിന്നെ അത് ഇവിടുത്തെ ഉള്ള പിന്നെ ആരാ പറഞ്ഞേ ഈ ഇവിടുത്തെ ആൾക്കാരോട് നമ്മൾ നന്ദി പറയണം. സത്യം പറഞ്ഞാൽ ഒരുപാട് പേര് ഇവിടെ വന്ന് ഓരോ ബിസിനസ്സും ഒക്കെ ചെയ്ത് വലിയ വലിയ ആൾക്കാരായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ യൂസഫ് അലി അദ്ദേഹത്തിനെ കണ്ടിരുന്നു. ഒരുപാട് നാളായിട്ട് കാണണമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അദ്ദേഹം ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട്. അപ്പം നമുക്കെല്ലാം ഒരു അഭിമാനമായ ഒരാളല്ലേ അദ്ദേഹം. അപ്പോൾ ഇന്നലെ അദ്ദേഹത്തെ കണ്ടിരുന്നു. എനിക്കൊരു ബർത്ത്ഡേ പ്രസൻ്റായിട്ട് ഒരു ഐഫോണൊക്കെ തന്നു. പക്ഷേ എനിക്ക് അത്ഭുതം തോന്നി എന്താണെന്ന് വെച്ചാൽ, കാരണം എൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ലല്ലോ, എന്നെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, മറ്റേ അടുത്ത് നിന്ന് അറബി അവരോടൊക്കെ പറയുന്നു, അയ്യോ ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്, ആ നല്ല സിനിമകൾ. പിന്നെ ചിലപ്പോൾ ചില സിനിമയിൽ വലിയ കുശുമ്പത്തിയായിട്ടും പിന്നെ തമാശയൊക്കെ പറഞ്ഞ് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. കുറേ നേരം അങ്ങോട്ട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അദ്ദേഹം എത്ര വലിയ മനുഷ്യനല്ലേ. അപ്പോൾ നമ്മളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവും നിൽക്കില്ല. ഏതായാലും പിന്നെ കാണാൻ പറ്റി, ഒരുപാട് നാളായിട്ട് കാണാമെന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. അത് കാണാൻ ഇവിടെ വെച്ചാണ് അതിനൊരു സന്ദർഭം ഉണ്ടായത്. ഇതൊക്കെ ഒരു നിമിത്തമാണ്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റി. പിന്നെ ചില ഫങ്ഷൻസിനൊക്കെ പോയിരുന്നു. പിന്നെ ഇവിടെ വന്ന് എല്ലാവരും നമ്മൾ മലയാളികളെയൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അത് പ്രത്യേക ഒരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ അങ്ങനെ ഒക്കെ നടന്ന് നാളെ രാത്രിയിൽ ഞാൻ പോകുന്നു. എൻ്റെ മക്കളുമൊക്കെ UK അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഫങ്ഷനൊക്കെ വരിക എന്ന് വെച്ചാൽ വളരെ സന്തോഷമാണ്. പിന്നെ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നതെല്ലാം ഇദ്ദേഹമാണ്. എന്നോട് ഞാൻ പറഞ്ഞ് ഭർത്താവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു, എന്നാൽ പിന്നെ എന്തിനാ അവിടെ ആരും ഇല്ലല്ലോ ഇപ്പോൾ, എന്നാൽ ഇങ്ങോട്ട് പോരെ. അപ്പോൾ എന്തായാലും ഒരുപാട് കുറേ ആൾക്കാരെ കാണാൻ സാധിച്ചു. അങ്ങനെ ഇപ്പം എവിടെ നമ്മൾ റോഡിലോട്ട് ഇറങ്ങിയാലേ മലയാളികളേ ഉള്ളൂ. അത് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ, സത്യമായിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്നാൽ പ്രോഗ്രാം 14-ാം തീയതിയാണ്. അപ്പോൾ ഇപ്പോഴേ എല്ലാവർക്കും ഓരോ ആശംസകൾ പറയുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. നന്ദി, നമസ്കാരം. പിന്നെ നമുക്ക് ഒരാളുകൂടി ഉണ്ട്. ഷാജി പുഷ്പാങ്കൽ എന്ന് പറഞ്ഞ സാറാണ്. സാറ് അമ്മ ഗ്ലോബൽ ടെലിവിഷൻ ചാനലിൻ്റെ ചെയർമാനും കൂടിയാണ്. സ്വാഗതം. 2 വാക്ക് സംസാരിച്ചാൽ നന്നായിരിക്കും. ശരിക്കും എനിക്ക് ഇതിൽ പ്രീതയാണ് വ്യക്തിപരമായി അറിയാവുന്നത്. അപ്പോൾ ഞാൻ ചേച്ചിയായിട്ട് രാവിലെ മുതൽ ഞങ്ങളിങ്ങനെ കറക്കമാണ്. രാത്രി 1 മണിക്കൊക്കെ തിരിച്ച് റൂമിൽ എത്തുന്നത്. രാവിലെ 9 മണിക്ക് ഇങ്ങനെ വണ്ടി കയറും, ഇങ്ങനെ ഓരോരുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഇന്നലെ പോയത് ഞങ്ങൾ രണ്ടും കൂടെ 640 കിലോമീറ്റർ ഞങ്ങളിവിടെ ഡ്രൈവ് ചെയ്തു. രാവിലെ 9 മണിക്ക് തുടങ്ങി കൽബ, ഷാർജ, ദുബൈ, അത് കഴിഞ്ഞിട്ട് നേരെ അലൈൻ, അങ്ങനെ അജ്മാനിൽ ഇതിനിടയ്ക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ തിരിച്ച് അജ്മാനിൽ വന്നു. അങ്ങനെ കറങ്ങിയപ്പോൾ ചേച്ചി വളരെ ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർ ചെല്ലുമ്പോഴും ചേച്ചി പറയുന്നത് പറഞ്ഞാൽ നമ്മുടെ കുറേ ആൾക്കാരെ കാണും, അവർ കുറേ ഫോട്ടോസ് എടുക്കും, അവരുടെ സന്തോഷം പങ്കുവെക്കും. അപ്പം ഇത്രയും ദിവസത്തെ ഇതിലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ദുബൈയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഇരുന്നപ്പോൾ കാണാം പ്രീതിയെ ഒന്ന് വിളിക്കാൻ ഞാൻ വിചാരിച്ച് പ്രീതയുടെ വീട്ടിൽ ചെല്ലണമെന്നാണ് എന്നോട് പ്രീത പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഏതായാലും കുറച്ച് സമയമുണ്ട്, ഇനി 7 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉള്ളൂ. അപ്പോൾ ഒന്ന് പ്രീതയുടെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് പ്രീതയെ വിളിക്കുന്നത്. അപ്പോൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആരോടും പറയണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെയാണ് ഇവിടോട്ട് വരാനുള്ള സാഹചര്യം.
അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രീതയോടാണ് എനിക്ക് നന്ദി പറയേണ്ടത്. നിങ്ങൾ ഇത്രയും പേരെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞതിന് കാരണക്കാരി പ്രീതയാണ്. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം വൻ വിജയമാകട്ടെ. നിങ്ങളെല്ലാവരെയും ഇവിടെ കണ്ടത് വളരെ സന്തോഷം. താങ്ക് യു. ഇടയൻ